10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകം ഇന്ന് വീണ്ടും ജീവിക്കുകയാണോ? കാട്ടിനുള്ളിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടോ? അവൻ ആരാണ്? മറുവശത്ത് വീരനെ കുത്തിയവൻ പറയുന്ന കഥ. അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ രഹസ്യം എന്താണ്? ഇതൊരു സാധാരണ കേസല്ല. ഇത് ഇരുട്ടിൻ്റെ ഉള്ളിലെ സത്യം തേടുന്ന യാത്രയാണ്. കൂടെ വരണേ. അവൻ പറഞ്ഞത് സത്യമോ, അല്ലെങ്കിൽ അതും മറ്റൊരാളുടെ കളിയോ? വീണ്ടും സംഘത്തിലുള്ളവർ രണ്ടായി തിരിഞ്ഞു. 2 കാര്യങ്ങളും വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ അവർ എത്തിയത്. സമയം അവർക്ക് വളരെ വിലപ്പെട്ടതാണല്ലോ. പാഴാക്കുന്ന സമയത്തിന് ജീവൻ്റെ വിലയുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ. രഞ്ജിത്തും ജോസ് മാത്യുവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കാണാനും അവർ പദ്ധതിയിട്ട അത്രയും വിവരങ്ങൾ തിരക്കാനുമാണ് കരിങ്കുണ്ട് വനത്തിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ജീവൻ ജോസും മഹേന്ദ്രനും ഉമ്മച്ചനെ കാണാനും വിവരങ്ങൾ ബോധ്യപ്പെടുത്താനുമായി അയാളുടെ അടുത്തേക്ക് പോകാനും തീരുമാനിച്ചു. 2 സംഘങ്ങളും ഒരേ ദിവസമാണ് പോകാൻ തീരുമാനിച്ചത്. എങ്കിലും ആദ്യം പുറപ്പെട്ടത് രഞ്ജിത്തും ജോസ് മാത്യുവുമാണ്. ജീവൻ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് അവർ റേഞ്ചർ ധനപാലൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി റേഞ്ചറെ ഡ്യൂട്ടി സമയത്ത് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്കിവിടെ വരേണ്ടി വന്നു. വിവരം ജീവൻ സാർ പറഞ്ഞു കാണുമല്ലോ. രഞ്ജിത്ത് എളിമപ്പെട്ടു. പറഞ്ഞിരുന്നു. എന്തായാലും അത്രയൊന്നും വ്യക്തമായില്ല. സാറ് തിരക്കിലായിരുന്നു എന്നാണ് തോന്നിയത്. ഇന്നിവിടെ കാണുമോ എന്ന് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. രഞ്ജിത്ത് തന്നെ അവർക്ക് ലഭ്യമായ അത്രയും വിവരം റേഞ്ചറോട് പറഞ്ഞു. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായും പറയാൻ കഴിയുമോ? ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എങ്കിലും അന്വേഷണത്തിൻ്റെ രീതി വെച്ച് പലപ്പോഴും തീർച്ചയില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് ഞങ്ങൾക്ക് തീർച്ചയുള്ളതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. റേഞ്ചർ ധനപാലൻ അങ്ങനെ ചോദിക്കാൻ കാരണം ആ വനത്തിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ടാണ്. അതിലൂടെ പകൽ സമയത്ത് പോലും യാത്രക്കാർ എന്ന് പറയാൻ ആരും തന്നെ ഉണ്ടാകാറില്ല. അപൂർവം ചില സമയങ്ങളിൽ ഉൾക്കാട്ടിലുള്ള വനവാസികൾ തേനെടുക്കാനോ മറ്റോ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യപാദ സ്പർശനം ഏൽക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ഘോര വനത്തിൽ നിന്നും മരണാസന്നനായ ഒരാൾ, അതും ഒരു കുട്ടി, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന കാര്യമല്ല. എന്നാലും ഇവർ പറഞ്ഞതുപോലെ ഉറപ്പില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ ഒന്ന് അന്വേഷിച്ചു പോകുന്നു എന്ന് മാത്രം. വനവാസികളല്ലാതെ പിന്നെ കാട്ടിൽ വരുന്നത് തോക്കുകാരാണ്. അവർക്ക് പിന്നെ പകലും രാത്രിയും എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല. അതും കരിങ്കുണ്ട് വനത്തിൽ വളരെ കുറവാണ്. മൃഗങ്ങൾ ധാരാളമുണ്ടെങ്കിലും അവയെ വെടിവെച്ച് കൊണ്ടുപോകുന്നവർ വളരെ കുറവാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരാളെ കണ്ടാൽ പോലും അവർ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് അവരുടെ പൊതുവായ സ്വഭാവം. അവർക്ക് ഏതെങ്കിലും മൃഗത്തിനെ കിട്ടണമെന്നും അതിനെ എത്രയും വേഗം അവരുടെ വീടുകളിൽ എത്തിക്കണമെന്നും ഉള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, അവരെല്ലാവരും വളരെ അകലെ നിന്നും വരുന്നവരുമായിരിക്കും. ചിലപ്പോൾ ഈ പ്രദേശത്തു നിന്നും അത്തരമൊരു ബാധ്യത ഏറ്റെടുക്കാനൊന്നും അവരാരും തയ്യാറാവുകയില്ല. അങ്ങനെ സഹായ മനസ്ഥിതിയുള്ളത് മനസ്സലിവ് കൂടുതലുള്ളവർക്ക് ആയിരിക്കുമല്ലോ. ജീവനുള്ള മൃഗത്തിനെ വെടിവെച്ച് കൊണ്ടുപോകുന്നവർക്ക് എന്ത് മനസ്സലിവ്, എന്ത് ജീവി സ്നേഹം! രഞ്ജിത്ത് വെറുതെ ഒരു സംശയം ചോദിച്ചതാണ്. എന്നാൽ തീർത്തും വെറുതെ എന്ന് പറയാനും കഴിയില്ല. ചൂണ്ടയിട്ട് നോക്കിയാലല്ലേ
ഇര കൊത്തുമോ എന്നറിയാൻ കഴിയൂ? ഹൈറേഞ്ച് വനങ്ങളിലൊക്കെ കഞ്ചാവ് കൃഷിക്കാർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരം ആരെങ്കിലും ഈ ഭാഗത്തെങ്ങാനും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരും ചിലപ്പോൾ പകൽ സമയങ്ങളിൽ വനത്തിലൂടെ നടക്കുന്നുണ്ടാകുമല്ലോ. അത് ചോദിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് വിട്ടുപോകുമായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുൻപ് അവരെ കൂട്ടത്തോടെ പിടിച്ചു കൊണ്ടുപോയി കഞ്ചാവ് തോട്ടം നശിപ്പിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നെ കുഴപ്പമൊന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ 6 വർഷങ്ങൾക്ക് മുൻപാണ് അവരുടെ തോട്ടം നശിപ്പിക്കുകയും അവരെ ഇവിടെ നിന്നും ഒഴിവാക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നെ ആരും കൃഷിക്കായി വനത്തിൽ കയറിയിട്ടില്ല. 6 വർഷം മുമ്പല്ലേ അവർ അകത്തായത്. നമ്മൾ പറയുന്ന സംഭവം നടക്കുന്നത് 10 കൊല്ലം മുൻപാണല്ലോ. അപ്പോൾ ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ അവരും ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഇവരുടെ ചിന്താഗതി പോകുന്ന വഴി അതിശയകരമാണല്ലോ എന്ന് റേഞ്ചർ ധനപാലൻ വിചാരിച്ചു. അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കും അവർക്ക് അന്വേഷിച്ച് പിന്നാലെ ചെന്ന് പ്രതിയെ പിടിക്കാൻ കഴിയുന്നത്. ധനപാലൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ആ കാലഘട്ടത്തിൽ ഇവിടെ കഞ്ചാവ് കൃഷിക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ തോട്ടമുണ്ടായിരുന്നത് ഇവിടെ നിന്നും 5-6 കിലോമീറ്റർ ഉള്ളിലായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു തരാൻ അറിയാവുന്നയാളാണ് അന്ന് നിങ്ങളുടെ കൂടെ വന്ന ഫയർ വാച്ചർ കൊച്ചുപാല. സാറ് പറഞ്ഞ കൊച്ചുപാലയെ കണ്ടാൽ ആ കഞ്ചാവ് കൃഷിക്കാരിൽ ആരുടെയെങ്കിലും പേരോ വിവരങ്ങളോ കിട്ടാൻ സാധ്യതയുണ്ടോ? കൊച്ചുപാലയോട് ഞാൻ വരാൻ പറയാം. നിങ്ങൾ അയാളോട് വിശദമായി സംസാരിച്ചോളൂ. ഞാൻ ആ കാര്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. റേഞ്ചർ തന്നെ കൊച്ചുപാലയെപ്പറ്റി ഒരു വിവരണം നൽകി. വനത്തിൽ തീ പടരുന്നത് ശ്രദ്ധിക്കാനും പരമാവധി ഒഴിവാക്കാനും വേണ്ടി ഗവൺമെൻറ് നിയമിച്ചതാണ് ഫയർ വാച്ചർ എന്ന പോസ്റ്റ്. അതിലേക്ക് നിയമിക്കാൻ മുൻഗണന നൽകേണ്ടത് വനവാസികൾക്കാണ്. അവരിൽ നിന്നും ആരുമില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ എടുക്കാവൂ. അങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടി കോളനിയുമായി ബന്ധപ്പെട്ടപ്പോൾ തയ്യാറായി വന്നയാളാണ് കൊച്ചുപാല. ഇപ്പോൾ കുറേ വർഷമായി ഞങ്ങളോടൊപ്പം ഉണ്ട്. അത്യാവശ്യം ഏത് കാര്യത്തിനും കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന ഒരുവനാണ് കൊച്ചുപാല. വിദ്യാഭ്യാസം കുറച്ച് കുറവാണെന്ന് മാത്രം. എന്നാലും പെരുമാറാനൊക്കെ നന്നായി അറിയാം. നിങ്ങൾക്ക് ഒരു ദിവസത്തെ പരിചയമുണ്ടല്ലോ. അന്ന് കൊച്ചുപാല കൂടെ ഉണ്ടായിരുന്നത് വലിയ സഹായമായിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായി ആ തലയോട്ടികളും അസ്ഥികളും ഞങ്ങൾക്ക് ലഭിക്കാനിടയായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊലയാളിയെപ്പറ്റി ഒരു നിഗമനത്തിലെത്താനും കഴിഞ്ഞു. അതുപോലെയുള്ള സഹായങ്ങൾ ഇനിയും അയാളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അയാളെ കാണുന്നതാണ് നല്ലത്. ഇന്നു മുതൽ ജോലിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് പോയി കാണുകയില്ല. അത്രയും പറഞ്ഞ് റേഞ്ചർ ആരെയോ വിളിച്ചു. അവിടെ നിൽക്കാൻ പറയണമെന്ന് മാത്രം പറയുന്നത് കേട്ടു. അതിനുശേഷം രഞ്ജിത്തിനോടും മഹേന്ദ്രനോടുമായി പറഞ്ഞു: നിങ്ങൾക്ക് കാണേണ്ട ആളിനെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. വേണ്ട കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കൂ. ഇനി മറ്റെന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി. അവർ പുറത്തിറങ്ങിയപ്പോൾ കുറേ മുന്നിൽ നിൽക്കുന്ന കറുത്ത തടിച്ച 6 അടി പൊക്കക്കാരനെ കണ്ടു. കഠിനാധ്വാനിയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാലറിയാം. കയ്യിൽ ഉരുണ്ട് കയറിയ മസിലുകൾ. കാക്കി പാൻറ്റും ഷർട്ടുമാണ് വേഷം. അത് മിക്കവാറും ഫോറസ്റ്റുകാർ തന്നെ കൊടുത്തതായിരിക്കാനാണ് സാധ്യത. കാരണം അതിനൊരൽപ്പം പാകക്കുറവ് കാണുന്നുണ്ട്. പേരിൻ്റെ കൂടെ കൊച്ച് എന്നുണ്ടെങ്കിലും ആൾ തീരെ കൊച്ചൊന്നുമല്ലല്ലോ എന്നവർ രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചു. അന്ന് കണ്ടെങ്കിലും നേരെ ചൊവ്വേ നോക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് കൊച്ചുപാല അവരുടെ അടുത്തേക്ക് വന്നു. അറിയാനുള്ളതൊക്കെ ചോദിച്ചോ എന്ന മട്ടിൽ. റേഞ്ചർ അയാളോട് എന്തോ പറഞ്ഞ് ഏൽപ്പിച്ചു. അതിനുശേഷം കൈവീശി കാണിച്ചിട്ട്
ധനപാലൻ വണ്ടിയിൽ കയറിപ്പോയി. രഞ്ജിത്തും മഹേന്ദ്രനും കൊച്ചുപാലയോടൊപ്പം ഓഫീസിലെ ഒരു മുറിയിലേക്ക് കയറി. കൊച്ചുപാലയോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മഹേന്ദ്രനെ ആരോ ഒരാൾ വിളിച്ചു. സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് വിളിച്ച ആളിനെ മനസ്സിലായത്. സോമയ്യനാണ്. വീരൻ്റെ കൊലപാതകം സംബന്ധിച്ച് വിവരമെന്തെങ്കിലും ലഭിച്ചാൽ അറിയിക്കണമെന്ന് കർണാടക പോലീസിലെ കോൺസ്റ്റബിൾ സോമയ്യനോട് അന്ന് മഹേന്ദ്രൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ലഭിച്ച വിവരം കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. തങ്ങളുടെ കേസ് അന്വേഷണത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നഷ്ടമൊന്നും ഉണ്ടാവുകയില്ലല്ലോ. സോമയ്യൻ പറഞ്ഞതിന് പ്രകാരം ചീട്ടുകളി സഭയിൽ സ്ഥിരമായി വരുന്ന ഒരാളല്ല വീരനെ കുത്തിയത്. അയാളെ നാട്ടുകാരാരും ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടുപോലുമില്ല. അപ്പോൾ അയാൾ വീരനെ കുത്താൻ വേണ്ടി തന്നെ വന്നതാണോ? ചീട്ടുകളി നടത്തുന്ന ചിന്നപ്പനും ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടില്ല എന്നാണ് മൊഴി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അയാളുടെ വരവും മനഃപൂർവമായി വീരനുമായി ഉണ്ടാക്കിയ തർക്കവും ഒക്കെ സംശയകരമാണ്. അവർ തമ്മിൽ പറഞ്ഞ വാക്കുകൾ മുഴുവനും മലയാളത്തിലായതുകൊണ്ട് അവിടുത്തുകാർക്ക് ശരിക്ക് പിടികിട്ടിയിട്ടില്ല. എങ്കിലും നല്ല രീതിയിലുള്ള സംസാരമല്ല അവർ തമ്മിൽ നടന്നതെന്ന് അവർക്ക് മനസ്സിലായി. ദേഷ്യപ്പെട്ട് പറയുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഭാഷ അറിയണമെന്നില്ലല്ലോ. അധികമൊന്നും വർത്തമാനം പറയുന്നതിന് മുൻപ് തന്നെ അയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് വീരനെ കുത്തുകയാണ് ചെയ്തത്. അയാൾ കരുതലോടെ തന്നെയാണല്ലോ വന്നത്. അവിടെ അങ്ങനത്തെ സംഭവങ്ങൾ സാധാരണമല്ലാത്തതുകൊണ്ട് ചിന്നപ്പനും സംഘവും പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിന്നുപോയി. ആ തക്കത്തിന് അയാൾ ചീട്ടുകളി നടക്കുന്ന അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ്. എന്നാലും പുഴ കടക്കും മുൻപ് തന്നെ അയാളെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. എത്ര ചോദ്യം ചെയ്തിട്ടും ആദ്യമൊക്കെ അയാൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ചോദ്യം ചെയ്യൽ വിദഗ്ധനെ കൊണ്ടുവന്നത്. ഗുണ്ടപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന അയാൾ ഏതവനിൽ നിന്നും സത്യം പുറത്തു ചാടിക്കും. വീരനെ കുത്തിയ ആളിൻ്റെ പേര് ദാമു എന്നാണ്. ദാമുവിനെ സോമയ്യനും സംഘവും ഗുണ്ടപ്പയ്ക്ക് കൈമാറി. ഗുണ്ടപ്പയുടെ ചോദ്യം ചെയ്യലിൽ ദാമു കിളി പറയും പോലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ദാമു പറഞ്ഞ വിവരം സോമയ്യൻ മഹേന്ദ്രന് പറഞ്ഞു കൊടുത്തു. അയാൾക്ക് പേരറിയില്ലാത്ത ഒരാൾ സംഭവം നടന്ന അന്ന് രാവിലെ ദാമുവിനെ കാണാൻ വീട്ടിൽ വന്നു. കണ്ടിട്ട് അയാൾ ഒരു പോലീസുകാരനാണെന്ന് ദാമുവിന് തോന്നുന്നുണ്ട് പോലും. ഇതിനു മുൻപും പല കേസിലും പിടിക്കപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് ദാമുവിന് പോലീസുകാരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. അല്ലാതെ അയാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അയാളുടെ പേരും പറഞ്ഞിട്ടില്ല. അന്ന് തന്നെ ചീട്ട് കളിക്കാൻ പോകണമെന്നും പറഞ്ഞ് കുറേ പണവും നൽകി. എന്നിട്ട് വീരൻ്റെ കാര്യം തീർക്കണം എന്നുകൂടി പറഞ്ഞു വിട്ടതാണ്. കൃത്യമായും വീരൻ അന്ന് അവിടേക്ക് പോകും എന്നറിയുന്ന ആരോ ആണത്. പണവും വിവരവും ഏൽപ്പിച്ച ആളിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ദാമുവിന് അറിയില്ല. അയാളെ തീരെ പരിചയവുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ എത്ര പേടിപ്പിച്ചിട്ടും ദാമുവിന് കൊട്ടേഷൻ ഏൽപ്പിച്ചയാളെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. സത്യമായിരിക്കുമോ അവൻ പറഞ്ഞത്? ദാമു പറഞ്ഞത് സത്യമാണോ? ആരെങ്കിലും അവനെ ഉപയോഗിച്ചോ? പോലീസുകാരനെന്ന് തോന്നിയ ആൾ ആരാണ്? അടുത്ത ഭാഗത്തിൽ ഈ കേസിൻ്റെ ഇരുണ്ട സത്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങുമോ? കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.